കുട്ടികളെ, എല്ലാവരും പുസ്തകം തുറക്കൂ. ഈ പാഠം ഒരു കുട്ടിയുടെ ഡയറിയാണ്. ഡയറി എന്നത് ഒരു ദിവസം നടന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിവെക്കുന്ന പുസ്തകമാണ്. ഇപ്പോൾ ആ കുട്ടി തന്റെ ഡയറിയിൽ എന്താണ് എഴുതിയതെന്ന് നോക്കാം. 2024 ആഗസ്റ്റ് 15 വ്യാഴം. കുട്ടികളെ, ഇത് തീയതിയും ദിവസവുമാണ്. 2024 ആഗസ്റ്റ് 15, അതായത് നമ്മുടെ സ്വാതന്ത്ര്യദിനം. ആ ദിവസം വ്യാഴാഴ്ച ആയിരുന്നു. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. ആ കുട്ടി പറയുന്നു, ഇന്ന് എന്റെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കുട്ടികളെ, നിങ്ങളുടെ സ്കൂളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ടല്ലോ? പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. സാധാരണ ദിവസങ്ങളേക്കാൾ കുറച്ചുകൂടി നേരത്തെ കുട്ടി സ്കൂളിലെത്തി. കാരണം അന്ന് പ്രത്യേക പരിപാടിയുണ്ടായിരുന്നു. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. അച്ഛൻ കുട്ടിക്ക് ഒരു മൂവർണ്ണ പതക്കം വാങ്ങിക്കൊടുത്തു. കുട്ടി അത് സന്തോഷത്തോടെ ഷർട്ടിൽ കുത്തി. ആ 3 നിറങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? കാവി, വെള്ള, പച്ച. കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു. കുട്ടി ഒരു ചെറിയ ദേശീയ പതാക കയ്യിൽ പിടിച്ചു. അത് പിടിച്ചപ്പോ കുട്ടിക്ക് വലിയ സന്തോഷമായി. അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു. ആ ദിവസം കുട്ടിയുടെ അമ്മയും സ്കൂളിലേക്ക് കൂടെ വന്നു. അമ്മ കൂടെ വന്നതുകൊണ്ട് കുട്ടിക്ക് കൂടുതൽ സന്തോഷമായി. എനിക്ക് സന്തോഷമായി. എന്തുകൊണ്ടാണ് കുട്ടിക്ക് സന്തോഷമായത്? കാരണം സ്വാതന്ത്ര്യദിനമായിരുന്നു. പുതിയ പതക്കം ധരിച്ചു. ദേശീയ പതാക കയ്യിലുണ്ടായിരുന്നു. അമ്മ കൂടെ വന്നിരുന്നു. അതുകൊണ്ടാണ് കുട്ടി ഡയറിയിൽ എഴുതുന്നത്. എനിക്ക് സന്തോഷമായി. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ. സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാകെ മനോഹരമായ അലങ്കാരങ്ങളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കുട്ടിക്ക് ആഘോഷത്തിന്റെ സന്തോഷം തോന്നി. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ. വഴിയിൽ കാവി കുങ്കുമ നിറം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ കെട്ടിയിരുന്നു. ഈ 3 നിറങ്ങളും നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങളാണ്. വാഹനങ്ങളിലെല്ലാം മൂവർണ്ണക്കൊടികൾ. ബസ്സിലും കാറിലും ബൈക്കിലുമെല്ലാം ദേശീയ പതാകകൾ കെട്ടിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണെന്ന് കുട്ടിക്ക് മനസ്സിലായി. കുട്ടികളെ, ഈ ഭാഗത്തിലൊരു കുട്ടി സ്വാതന്ത്ര്യദിനത്തിന്റെ രാവിലെയുണ്ടായ മനോഹരമായ അനുഭവങ്ങളാണ് തന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. അവൻ നേരത്തെ സ്കൂളിൽ പോയി. മൂവർണ്ണ പതക്കം ധരിച്ചു. ദേശീയ പതാക കയ്യിൽ പിടിച്ചു. അമ്മയോടൊപ്പം സ്കൂളിലെത്തി. വഴിയിലാകെ ദേശീയ പതാകയുടെ നിറങ്ങളിലുള്ള അലങ്കാരങ്ങളും കൊടികളും കണ്ടപ്പോൾ അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ കുട്ടികളെ, നിങ്ങളും സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയെ ആദരിക്കുകയും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും വേണം. കുട്ടികളെ, ഇനി നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. വഴിയിൽ പലയിടത്തും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളെ, സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് വഴിയരികിലെ പല സ്ഥലങ്ങളിലും ആളുകൾ പായസവും ലഡ്ഡുവും മിഠായികളും വിതരണം ചെയ്യുകയായിരുന്നു. അന്ന് എല്ലാവരും സന്തോഷം പങ്കുവയ്ക്കുന്ന ദിവസമാണ്. സ്കൂളും 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. നമ്മുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? 3 നിറങ്ങൾ. അതെ, കാവി, വെള്ള, പച്ച. അതേ 3 നിറങ്ങൾ ഉപയോഗിച്ചാണ് സ്കൂളും മനോഹരമായി അലങ്കരിച്ചത്. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. പരിപാടി തുടങ്ങുന്നതിനു മുമ്പ് എല്ലാ കുട്ടികളും ടീച്ചർമാരും സ്കൂൾ മുറ്റത്ത് ഒന്നിച്ചുകൂടി. ഹെഡ്മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. ശേഷം നമ്മുടെ ഹെഡ്മാസ്റ്റർ സാർ ദേശീയ പതാക ഉയർത്തി. പതാക ഉയർത്തുമ്പോൾ എല്ലാവരും ആദരവോടെ നിന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതിനുശേഷം ഹെഡ്മാസ്റ്റർ കുട്ടികളോട് സംസാരിച്ചു. നമ്മുടെ രാജ്യം സ്നേഹിക്കണം, നല്ല പൗരന്മാരായി വളരണം എന്നിങ്ങനെ നല്ല സന്ദേശങ്ങൾ നൽകി. സ്കൂളിലും പായസമുണ്ടായിരുന്നു. അടപ്രഥമൻ. കുട്ടികളെ, പരിപാടി കഴിഞ്ഞപ്പോൾ സ്കൂളിലും എല്ലാവർക്കും അടപ്രഥമൻ പായസം നൽകി. നിങ്ങൾക്ക് അടപ്രഥമൻ ഇഷ്ടമാണോ? ഞങ്ങൾ പായസം കുടിച്ചു. കുട്ടിയും കൂട്ടുകാരും സന്തോഷത്തോടെ പായസം കുടിച്ചു. നല്ല സ്വാദ്! എനിക്കിഷ്ടമായി. പായസം വളരെ രുചിയായിരുന്നു. അതുകൊണ്ട് കുട്ടി തന്റെ ഡയറിയിൽ എഴുതുന്നു, നല്ല സ്വാദ്, എനിക്കിഷ്ടമായി. ഉച്ചയ്ക്ക് വീട്ടിലെത്തി. പരിപാടി കഴിഞ്ഞ് ഉച്ചയായപ്പോൾ കുട്ടി വീട്ടിലെത്തി. കൂട്ടുകാരോടൊപ്പം കളിച്ചു. വീട്ടിലെത്തിയ ശേഷം കുട്ടി കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ. വൈകുന്നേരം ടിവി ഓണാക്കിയപ്പോഴും എല്ലായിടത്തും സ്വാതന്ത്ര്യദിന പരിപാടികളാണ് കാണിച്ചത്. കുട്ടികളെ, ഈ ഭാഗത്തിൽ ആ കുട്ടി സ്വാതന്ത്ര്യദിനം എങ്ങനെ ആഘോഷിച്ചു എന്നതാണ് പറയുന്നത്. ദേശീയ പതാക ഉയർത്തി. ഹെഡ്മാസ്റ്റർ സന്ദേശം നൽകി. എല്ലാവർക്കും അടപ്രഥമൻ പായസം നൽകി. കുട്ടി സന്തോഷത്തോടെ പായസം കുടിച്ചു. വീട്ടിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ കണ്ടു. ശരി കുട്ടികളെ,
ഇന്ന് നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കി. ഈ ഡയറിയിലൂടെ ഒരു കുട്ടി സ്വാതന്ത്ര്യദിനം എങ്ങനെ ആഘോഷിച്ചു എന്ന അനുഭവമാണ് നമ്മളുമായി പങ്കുവച്ചത്. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ മനോഹരമായി അലങ്കരിച്ചു. ദേശീയ പതാക ഉയർത്തി. എല്ലാവരും ദേശീയഗാനം ആലപിച്ചു. ഹെഡ്മാസ്റ്റർ നല്ല സന്ദേശം നൽകി. എല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയും പായസം കഴിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയ ശേഷവും കുട്ടി ആ ദിവസത്തിന്റെ സന്തോഷം മനസ്സിൽ സൂക്ഷിച്ചു. കുട്ടികളെ, സ്വാതന്ത്ര്യദിനം എന്നത് ഒരു അവധി ദിവസം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാരെ നന്ദിയോടെ ഓർക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും എന്നും ആദരിക്കുകയും വേണം. ശരി കുട്ടികളെ, ഇനി ഈ ഭാഗം എല്ലാവരും ഒരിക്കൽ കൂടി വായിച്ചു നോക്കൂ.